നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സന്ദീപിന് വേണമെങ്കിൽ പോവാം. പക്ഷെ ഒരു കാര്യം, അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഒരിക്കലും നിന്റെ നാവ് കൊണ്ട് എന്നെ ഏട്ടത്തിൽ നിന്ന് വിളിക്കരുത്. ഇവൻ പറയുന്നത് നീ കേട്ടില്ലേ? എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആരും ഒന്നിനെ നിർബന്ധിക്കാൻ പറ്റില്ല. സന്ദീപേ, നീ ഈ കാണിക്കുന്നതൊന്നും ഒട്ടും ശരിയല്ല. ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു നല്ല ചടങ്ങാ. സ്വന്തം കൂടപ്പിറപ്പിനോട് ഇത്രയും വെറുപ്പൊന്നും പാടില്ല. നന്ദേട്ടന്റെയും സന്ദീപിന്റെയും തീരുമാനത്തില് ഒരു തെറ്റുമില്ല. ഇവര് കാരണം ഉണ്ടായ അപമാനമൊന്നും അത്ര പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ലല്ലോ. അവന്തിയേട്ടത്തി, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. എണ്ണയല്ലല്ലോ, പെട്രോൾ ഒഴിച്ചല്ലേ ഇവളീ വീട് കത്തിച്ചിട്ട് പോയത്. ഈ വീടിന് മുകളിൽ അപമാനത്തിന് തീ കത്തിച്ചിട്ടാ അന്നവൾ ഒളിച്ചോടി വിവാഹം കഴിച്ചത്. നീയും ഈ കല്യാണം മുടക്കാനായിട്ട് ഓടി നടന്നതല്ലേ? എന്നിട്ടിപ്പൊ നിനക്കെന്തു പറ്റി? ഇതിപ്പോ അച്ഛന്റെ തീരുമാനമൊന്നുമല്ല, നിന്റെ കുത്തിത്തിരിപ്പാ. ഇത് കാരണം നഷ്ടപ്പെടാൻ പോകുന്നതേ ഈ വീടിന്റെ സമാധാനമാ. ഈ വീടിന്റെ സമാധാനത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഏട്ടത്തിയുടെ സമാധാനത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമെങ്കിൽ അതിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇവരുടെ കല്യാണം നടക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊരുമിച്ചൊരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് തകർക്കാൻ ഞാൻ നിന്നിട്ടില്ല. ഇവരൊരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ മാത്രം ഏട്ടത്തിയുടെ മനസ്സിൽ വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അനാവശ്യം പറയരുത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലെങ്കിലും ഏട്ടത്തിയുടെ മനസ്സിലിരിപ്പ് അതാണെന്ന് മുഖം കണ്ടാൽ അറിയാം. ഇതെന്റെ കുത്തിത്തിരിപ്പാണെന്ന് ഏട്ടത്തി എത്ര പറഞ്ഞാലും അച്ഛൻ തീരുമാനിച്ചത് ഈ വീട്ടിൽ നടത്തുക തന്നെ ചെയ്യും. അതിനെ ആരൊക്കെ എതിർത്താലും. ഞാനൊരു എതിർപ്പും പറഞ്ഞില്ല. നീ ഇവരെ അനുകൂലിക്കുന്നത് പോലെ തന്നെ നന്ദേട്ടനും സന്ദീപിനും ഇവരെ എതിർക്കാനുള്ള അവകാശമുണ്ട്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ ചടങ്ങ് ബഹിഷ്കരിക്കാനൊന്നും ഞാനില്ല. എന്റെ മക്കളെല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റാണോ? നിങ്ങൾ പറയുന്ന പോലെ ഇവളെ ഇറക്കി വിടാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ മോളല്ലേ ഇവൾ. നമ്മളെല്ലാവരും കൂടി ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഇവളെ ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആരോടും ആജ്ഞാപിക്കാനോ അനുസരിപ്പിക്കാനോ ഒന്നും ഞാനില്ല. ഞാനിനി എത്ര കാലം ഉണ്ടാവും? അതുവരെ എന്റെ മോള് എന്നോടൊപ്പം ഉണ്ടാവണം. അത് ഈ അച്ഛന്റെ ആഗ്രഹമാണ്. സന്ദീപ്, ഇപ്പൊ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നീയാ. ഞാൻ നിന്റെ ഭാര്യ, ഈ വീട്ടിൽ വന്നു കയറിയവളാ. പക്ഷെ അച്ഛന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. സ്നേഹയും എനിക്ക് മനസ്സിലാവും. നിന്റെ ഈ പെരുമാറ്റം കൊണ്ട് ഇപ്പൊ ഇവളുടെ മനസ്സ് എത്രമാത്രം ഉരുകുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുമോ? ഇതിനേക്കാ ഭേദം ഇവളുടെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കുന്നതായിരുന്നു. ഏത് കുടുംബത്തിലെ പ്രശ്നങ്ങളില്ലാത്തത്? വീട്ടുകാരെ ധിക്കരിച്ച് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുന്നത് ഈ ലോകത്തിൽ ആദ്യമായിട്ടാണോ? ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചെന്ന് കരുതി ഇവളെ ചവിട്ടി തള്ളിക്കളയാനൊന്നും പറ്റില്ല നമുക്ക്. ഇവള് നെല്ലിശ്ശേരിയിലെ ചോരയാ. ഈ നിൽക്കുന്ന അച്ഛന്റെ മോള്. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇവൾക്കുണ്ട്. അവകാശ തർക്കത്തിനൊന്നും ഞാനില്ല. എന്റെ തീരുമാനം ഇതാണ്. ഏട്ടത്തി, ഞങ്ങൾക്ക് വേണ്ടി ഏട്ടത്തിന് ആരുടെയും കാല് പിടിക്കണ്ട. ഞങ്ങൾ തിരിച്ചു പൊക്കോളാം. ഔട്ട് ഹൗസിലേക്കല്ല, ഈ വീടിന് പുറത്തേക്ക്. ഇത്രയും വെറുപ്പ് ഏട്ടന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല.
നമ്മൾ രണ്ടുപേരും ഒരു വയറ്റിൽ പിറന്നില്ലേ സന്ദീപേട്ട. ഏട്ടൻ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ എന്നോട് ക്ഷമിക്കുന്നത്? സാരമില്ല, ഏട്ടന്മാരുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ധനുഷുവാ, നമുക്ക് പോവാം. ചെയ്തതിനെ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. കുറച്ചു കാലം ഇവിടെ നിങ്ങളോടൊപ്പം വളരെ സന്തോഷത്തിൽ ഞാൻ ജീവിച്ചു. എനിക്ക് ഈ വീട്ടിൽ നിങ്ങൾ എല്ലാ സ്വാതന്ത്ര്യവും തന്നു. അതിനിടയിൽ ഇവളെന്നെ സ്നേഹിച്ചു. കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ആയി. അച്ഛൻ വിളിച്ചപ്പോ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ പൊയ്ക്കോളാം. ഇങ്ങനെ ഇറക്കി വിടാൻ വേണ്ടിയല്ല നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇത് അച്ഛന്റെ തീരുമാനമാണ്. ആര് കാരണമായാലും അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സന്ദീപ്, സ്വന്തം കൂടപ്പിറപ്പിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്ന് നാട്ടുകാരറിഞ്ഞ അത് സന്ദീപിന് അഭിമാനമാണോ? അങ്ങനെ വെട്ടിമുറിക്കാൻ പറ്റുന്നതാണോ സഹോദര ബന്ധം? ഈ നിൽക്കുന്ന അച്ഛന്റെ മനസ്സ് സങ്കടപ്പെടുത്തുമ്പോ സന്ദീപിനും നന്ദേട്ടനും എന്താ കിട്ടുന്നത്? എല്ലാവരും കേൾക്കാൻ തന്നെയാ ഞാൻ പറയുന്നത്. അച്ഛന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കാൻ പോവാ. സന്ദീപിന് വേണമെങ്കിൽ പോവാ. പക്ഷെ ഒരു കാര്യം, അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഒരിക്കലും നിന്റെ നാവ് കൊണ്ട് എന്നെ ഏട്ടത്തിൽ നിന്ന് വിളിക്കരുത്. ആ വിളി കേൾക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഞാൻ പിന്നെ നിന്റെ ഏട്ടത്തി ആയിരിക്കില്ല. എന്നാ പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടംപോലെ നടക്കട്ടെ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരിടത്തേക്കും പോകുന്നില്ല. നിങ്ങൾ ഈ വീട്ടിൽ തന്നെ ജീവിക്കും. ഈ വീട്ടിലെ മരുമകൾ എന്ന നിലയിൽ അച്ഛന്റെ തീരുമാനം നടപ്പിലാക്കേണ്ടത് എന്റെ കടമയാണ്. നിങ്ങൾ എവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്നെ തോൽപ്പിച്ചു എന്നാവും ഇവൻ കരുതുന്നത്. ഇവളുടെ കൂടെ ഇവനിങ്ങ് കയറി വരട്ടെ. ഇതിനകത്തിട്ട് ഇവനെ ഞാൻ ചുട്ടെടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.